ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം 1 കൊരിന്ത്യർ 10-ാം 12 തിരുവചനമാണ്. അവിടെ ഈശോയുടെ ആത്മാവ് ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. വളരെ മനോഹരമായ ഒരു വചനഭാഗമാണിത്. പ്രത്യേകിച്ച് ധ്യാനങ്ങളൊക്കെ കൂടി ആത്മാവിൻ്റെ അഭിഷേകമൊക്കെ ഏറ്റുവാങ്ങി ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനമെടുത്ത് വരുന്ന ഓരോ മകനോടും മകളോടും, പ്രത്യേകിച്ച് ധ്യാനം കൂടിക്കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യത്തില്ല, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ചങ്കിൽ കൈവച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെയുള്ള നമ്മളോട് കർത്താവ് തരുന്ന സ്നേഹത്തിൻ്റെ മുന്നറിയിപ്പാണ്: നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഞാൻ നിൽക്കും, ഞാൻ വീഴത്തില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് നാം വീഴാനുള്ള സാധ്യത ഏറ്റവും കൂടുതലെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. എന്നാൽ ഞാൻ വീണു പോകുമേ കർത്താവേ, ഞാൻ ബലഹീനനാണേ എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ വീഴാതിരിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത ഇതാണ്: നമ്മുടെ ബലഹീനതയിലാണ് നമ്മൾ ഏറ്റവും ശക്തരായിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ശക്തരാണെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ബലഹീനരാണ്. കാരണം ആ സമയത്ത് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ പുറത്തില്ല. ഈ ഒരു അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്: നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് സാംസൺ എന്ന് പറയുന്ന മനുഷ്യനെ പറ്റിയാണ്. അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം അഭിഷേകമുള്ളൊരു വ്യക്തി വേറെ ഉണ്ടെന്ന് വെച്ചാൽ മോശ ഉണ്ടായിരുന്നു കാണും. കാര്യം കടലിനെ അദ്ദേഹം വിഭജിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു മനുഷ്യൻ്റെ പുറത്ത് ആറ്റം ബോംബിൻ്റെ ശക്തി പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു, സിംഹത്തെ വലിച്ചു കീറുന്നു, ഒരു വലിയ നഗരത്തിൻ്റെ പടുകൂറ്റൻ വാതിൽ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു, ഒരു താടിയെല്ലുകൊണ്ട് ആയിരങ്ങളെ കൊല്ലുന്നു. ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു ദേശത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഒരു ദേശം മുഴുവനും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തോറ്റുപോകുന്നു. ആർക്കും തന്നെ തകർക്കാൻ പറ്റത്തില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സാംസൺ തലയും കുത്തി താഴെ വീഴുന്നു, ഒന്നിനും കൊള്ളാത്തവനായിട്ട് മാറുന്നു, 2 കണ്ണും കുത്തിപ്പൊട്ടിക്കുന്നു, തല കൊണ്ടുപോയി മുട്ടയടിക്കുന്നു, അടിമവേല ചെയ്യിക്കുന്നു. ഒരു ജോക്കറിനെ പോലെ ശത്രുക്കൾ അദ്ദേഹത്തെ അവരുടെ ആരാധനാലയത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാംസന്റെ അന്ത്യം അങ്ങനെ ആകേണ്ടതല്ലായിരുന്നു. ഒടുവിൽ അവൻ അവിടെ മരിച്ചു വീഴുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ വചനം സാംസൺ ശ്രദ്ധയോടെ എടുത്തിരുന്നെങ്കിൽ സാംസൺ ഒരിക്കലും പരാജയപ്പെടത്തില്ലായിരുന്നു. സാംസന് പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ അഭിഷേകത്തെ വിലയുള്ളതായിട്ട് കണ്ടില്ല. ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും ശാലോമിൻ്റെ സ്റ്റുഡിയോയിലോട്ട് റെക്കോർഡിങ്ങിന് വേണ്ടി വരുമ്പോൾ എൻ്റെ കൊച്ചു പെട്ടിയടകത്ത് 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ 1 ലക്ഷം രൂപയുമായിട്ടാണ് ശാലോമിൻ്റെ സ്റ്റുഡിയോയിൽ കോഴിക്കോട് റെക്കോർഡിങ്ങിന് വരുന്നത് വിചാരിക്കുക. ഞാൻ ട്രെയിനിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങാൻ കിടന്നാൽ പോലും എനിക്ക് ഉറക്കം വരത്തില്ല. കാരണം എൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കട്ടിൻ്റെ താഴേക്ക് പോയിട്ട്, കിടക്കയുടെ താഴേക്ക് പോയിട്ട്, എൻ്റെ പെട്ടി അവിടെ തന്നെ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഉറങ്ങാൻ പറ്റത്തില്ല. ഉറക്കം വന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ ഈ പെട്ടി ഉണ്ടെന്ന് നോക്കും. കാരണം എനിക്കറിയാം, ഞാൻ എൻ്റെ കണ്ണെങ്ങാനും മയങ്ങിപ്പോയാൽ ട്രെയിനിൻ്റെ അകത്ത് നല്ല വേല പഠിച്ച ആരെങ്കിലും ഉണ്ട്, ആ പെട്ടി അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകും. എൻ്റെ 1 ലക്ഷം രൂപ കോഴിക്കോട് വരുമ്പോൾ കാണത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ പെട്ടിയുടെ അകത്ത് 100 രൂപയാണെന്ന് വിചാരിക്കുക. 100 രൂപയുള്ളൊരു പെട്ടി, അതിൻ്റെ അകത്ത് വേറെ എൻ്റെ കുറച്ച് തുണികൾ മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. എൻ്റെ കുളിക്കാനുള്ള എൻ്റെ സോപ്പും എൻ്റെ എണ്ണയും എൻ്റെ തോർത്തും ഒക്കെയാണെന്ന് വിചാരിക്കുക. ഞാൻ ട്രെയിനിൽ കയറി കിടക്കുന്നു, എപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. കോഴിക്കോട് വരുമ്പോൾ ആരെങ്കിലും ഇടിച്ച് വിളിക്കണം, അതാ കോഴിക്കോട് എത്തി എഴുന്നേക്കാൻ പറയണം. നമ്മൾ കണ്ണു തുറക്കുന്ന പ്രശ്നമില്ല, പുതച്ച് മുടിക്കിടന്ന് ഉറങ്ങാണ്. പക്ഷേ പെട്ടിയുടെ അകത്ത് 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. ഇതാണ് വ്യത്യാസം. 100 രൂപയെ ഞാൻ വിലയുള്ളതായിട്ട് കണ്ടില്ല, 1 ലക്ഷം രൂപയെ ഞാൻ വിലയുള്ളതായിട്ട് കണ്ടതുകൊണ്ട്
ഞാൻ അതിനെ ശ്രദ്ധയോടെ ഇവിടം വരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കോഴിക്കോട് വരെ ഞാൻ എത്തിച്ചേർന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയാണ്, പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഇത് വൈദികരോടും സിസ്റ്റേഴ്സിനോടും ബിഷപ്പുമാരോടും മാത്രമുള്ള ഒരു വചനമല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ വചനം അവരോടുള്ള വചനമാണെന്ന്. അല്ല, ഇത് എല്ലാ ദൈവമക്കളോടുമുള്ള വചനമാണ്. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി സ്വീകരിച്ചിരിക്കുന്ന, യേശുവിനെ ദൈവമായി ആരാധിക്കുന്ന ഓരോ മകനോടും മകളോടും സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്ന വചനമാണ്, പരിശുദ്ധനായവൻ നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. യു ആർ ആൻ അനോയിന്റഡ് പേഴ്സൺ. നിന്റെ പുറത്ത് ഒരു അഭിഷേകമുണ്ട്. സ്വർഗത്തിൻ്റെ അനോയിന്റിങ്, പരിശുദ്ധാത്മാവിൻ്റെ ഓയിൽ, എണ്ണ നിന്റെ പുറത്തുണ്ട്. ആരായാലും, കൃഷിക്കാരനായിരിക്കാം, മീൻ പിടിക്കുന്ന ആളായിരിക്കാം, ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, സൈക്കിൾ നന്നാക്കുന്ന ആളായിരിക്കാം, ഡോക്ടറായിരിക്കാം, ടീച്ചറായിരിക്കാം, ആരോ ആയിക്കോട്ടെ, അത് ദൈവത്തിന് പ്രശ്നമില്ല. എഴുതാനും വായിക്കാനും അറിയാമോ അറിയത്തില്ലയോ പ്രശ്നമില്ല. ഏത് രാജ്യത്തായിക്കോ, ആഫ്രിക്കയോ അമേരിക്കയോ എവിടെ ആയിക്കോ, ദൈവം പറയാണ്, യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ പുറത്ത് അഭിഷേകം ഉണ്ട്. വീണ്ടും 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയാണ്, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാംസന്റെ പുറത്ത് അഭിഷേകം വന്നപ്പോൾ ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകമായ കൃപ അല്ലെങ്കിൽ അനുഗ്രഹം ആ അഭിഷേകം സാംസന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേശ്യകളുടെ അടുത്ത് പോകുന്ന സമയത്ത് സാംസന്റെ അഭിഷേകം ഉള്ളിൽ നിന്നുകൊണ്ട് സാംസനോട് പറയുമായിരുന്നു, നീ ചെയ്യുന്ന തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ഒരു വലിയ ഭാരം അവൻ്റെ ഹൃദയത്തിൽ കൊടുത്തുകൊണ്ട്, സാംസ നീ പോകരുത്, പോകരുതെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം അവൻ തീർച്ചയായിട്ടും ആദ്യത്തെ പ്രാവശ്യം വേശ്യയുടെ അടുത്ത് പോയപ്പോൾ അവൻ ശക്തമായിട്ട് കേട്ട് കാണും. പക്ഷേ അവൻ ആ ശബ്ദത്തെ അവഗണിച്ചു കളഞ്ഞു. എന്തു പറ്റിയെന്നറിയാമോ? 2-ാമത്തെ പ്രാവശ്യം വേശ്യയെടുത്ത് പോയപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ശക്തി കുറഞ്ഞു, ചെറിയൊരു ശബ്ദമായി. പിന്നെ 3-ാമത്തെ പ്രാവശ്യം പോയപ്പോൾ വളരെ ചെറിയ ശബ്ദമായി. 4-ാമത്തെ പ്രാവശ്യം പോയപ്പോൾ കേൾക്കാനില്ല. പിന്നീട് അങ്ങോട്ടൊന്നും കേട്ടിട്ടില്ല. പാപത്തിൽ അവൻ മുഴുകുകയാണ്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെരുപ്പിടാതെ മണ്ണിൽ കൂടി നടക്കുന്നത് ഒന്ന് ചിന്തിക്കുക. റോഡിൽ കൂടെ നടക്കുക. നമ്മുടെ കാല് ഉച്ച സമയത്താണ് നമ്മുടെ കാല് പൊള്ളും. നമ്മൾ ടാറിട്ട റോഡിലൂടെ നടന്നാൽ നമ്മുടെ കാല് പൊള്ളും. നമ്മൾ ഇടയ്ക്ക് തണലത്ത് പോയി നിൽക്കും. പിന്നെയും നമ്മൾ തണൽ കുറച്ച് നേരം നിന്നിട്ട് പിന്നെയും നമ്മൾ ടാറിട്ട റോഡിൽ കൂടെ ചെരുപ്പിടാതെ പോകുകയെന്ന് വിചാരിക്കുക. ആദ്യമൊക്കെ കാലിന് കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ഇത് ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു 2 ആഴ്ച കഴിയുന്നതിന് മുമ്പേ കാലിൻ്റെ അടിയിൽ തഴമ്പ് വരും. നല്ല ഷൂസ് ഇട്ടതുപോലത്തെ തഴമ്പ്. പിന്നീട് ഏത് നട്ടുച്ചയ്ക്ക് ചുട്ടുപൊള്ളുന്ന റോഡിലൂടെ നടന്നാലും നമ്മുടെ കാല് പൊള്ളത്തില്ല. കാരണം അവിടെ തഴമ്പായിപ്പോയി. ഇതാണ് ശരിക്കും സാംസന് സംഭവിച്ചത്. സാംസൺ തൻ്റെ മേൽ ദൈവം പകർന്നു കൊടുത്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ അവഗണിച്ചു കളഞ്ഞു. വിലയുള്ളതായിട്ട് കാണാതിരുന്നതിനാൽ, അതിനെ അവൻ പുച്ഛിച്ചു തള്ളിയതിനാൽ, എനിക്ക് അഭിഷേകമുണ്ട്, അതുകൊണ്ട് എന്ത് കാണിച്ചാലും സാരമില്ല, ദൈവം പുറത്തോളും എന്ന് അവൻ ചിന്തിച്ചതിനാൽ അവൻ്റെ ജീവിതം നിന്ന നിപ്പിൽ തകർന്ന് തരിപ്പണമാകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഭാരം അവൻ ശക്തമായിട്ട് അനുഭവിച്ചുവെങ്കിലും പിന്നീട് അവൻ അതിനെ അവഗണിച്ചതിനാൽ മനസാക്ഷിയിൽ തഴമ്പ് പിടിച്ചവനായി തീർന്നുകൊണ്ട് പാപം ചെയ്താലും അവൻ ഒന്നും ഏക്കാത്ത മട്ടിലായി. ഒന്നുകൂടെ ഞാൻ ക്ലിയറായിട്ട് ഇത് പറഞ്ഞുതരാം. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ നെഞ്ചിൽ ഒരു ചാക്ക് അരി എടുത്ത് വയ്ക്കുക, അയാൾക്കൊന്നും തോന്നത്തില്ല. 2 ചാക്ക് അരി എടുത്ത് വയ്ക്കുക, ഒരു പ്രശ്നമില്ല. 3 ചാക്ക് അരി എടുത്ത് വയ്ക്കുക, ചിലപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുകയില്ല, നമുക്ക് അയാൾ അടി കടന്നോളും. എന്നാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പുറത്ത് 1 ചാക്ക് അരി എടുത്ത് വയ്ക്കുക നെഞ്ചത്ത്, അയാൾ അയ്യോ എനിക്ക് ശ്വാസം മുട്ടുന്നെന്ന് പറയും. ഇനി നിങ്ങൾ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ നെഞ്ചിൽ ഒരു 2 കിലോ പഞ്ചസാര എടുത്ത് വയ്ക്കുക. 6 മാസം പ്രായമുള്ള കുഞ്ഞ് മലന്ന് കിടക്കുന്നു. ആ കുഞ്ഞിൻ്റെ നെഞ്ചിൽ 2 കിലോ പഞ്ചസാര എടുത്ത് വയ്ക്കുക. ആ കുഞ്ഞിന് ശ്വാസം മുട്ടും. പ്രിയപ്പെട്ടവരെ, ചത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ പുറത്ത് 3 ചാക്ക് അരി എടുത്ത് വെച്ചിട്ടും നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഒന്നും അറിയുന്നില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് 1 ചാക്ക് അരി വെച്ചപ്പോൾ ശ്വാസം മുട്ടി. എന്നാൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് 2 കിലോ പഞ്ചസാര നെഞ്ചത്ത് വെച്ചപ്പോൾ ശ്വാസം മുട്ടുകയാണ്. എന്താണിത് കാണിക്കുന്നത്? നമ്മൾ ശിശുക്കളാകാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം ശിശുക്കളാകുന്നോ അത്രമാത്രം ചെറിയ പാപം പോലും നമ്മളെ ഭാരപ്പെടുത്തും. നമ്മൾ ഭാര്യയോട് ദേഷ്യപ്പെട്ടാൽ നമുക്കുള്ളിൽ വേദന വരും. വേണ്ടായിരുന്നു, അവളോടത് പറയണ്ടായിരുന്നു, നമുക്ക് ഭാരമായി. എന്നാൽ
നമ്മൾ ഒത്തിരി പാപത്തിലോട്ട് ഇതിനെ അവഗണിച്ചു പോയാൽ ഭാര്യയ്ക്കിട്ട് അടിച്ചാൽ പോലും ഒന്നും തോന്നാത്ത മട്ടിലാവും. കാരണം ആദ്യം ദേഷ്യപ്പെട്ട സമയത്ത് നമുക്കൊരു ഭാരമുണ്ടായി, നമ്മൾ അതിനെ അവഗണിച്ച് കളഞ്ഞു, ഒടുവിൽ മനസാക്ഷി തഴമ്പ് പിടിക്കുന്നു, പിന്നെ ഭാര്യയെ ചവിട്ടിയാലും തൊഴിച്ചാലും ഒന്നും ഒരു ഫീലിങ്സും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ താഴ്ന്നു പോവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കാതിരുന്നാൽ നമ്മൾ വീഴത്തില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. യൂദാസ് എന്ന് പറയുന്ന ഒരാൾ ലേഖനം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അല്ല, വേറൊരു യൂദാസ് ഉണ്ട്, കർത്താവിൻ്റെ ശിഷ്യൻ. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഒറ്റ അധ്യായമേ ഉള്ളൂ. ഞാൻ ഓർത്തു പോകുകയാണ്, ഒരേ ഒരു അധ്യായമുള്ള ഒരു കുഞ്ഞ് ലേഖനം. പക്ഷേ ആ ലേഖനത്തിൻ്റെ അകത്ത് മനോഹരമായ ഒരു വചനമുണ്ട്. ചില മനുഷ്യർ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായിട്ട് ദുർവിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നു. പാപം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നു, കുമ്പസാരിച്ചാൽ മതിയല്ലോ. ഇതിനെയാണ് യൂദാസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കരുണയെയും കൃപയെയും അശുദ്ധ ജീവിതത്തിന് വേണ്ടി അവർ ദുർവിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാംസൺ ഇത് തന്നെയാണ് പറ്റിയത്. അഭിഷേകമുള്ള എനിക്ക് എന്ത് ചെയ്താലും പ്രശ്നമില്ല, ദൈവം ക്ഷമിച്ചുകൊള്ളും എന്ന ഒരു തെറ്റായ ബോധ്യം അവൻ്റെ പുറത്തുണ്ടായിരുന്നു. ഞാൻ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെയാണ് പറയുന്നത്, അതായത് ഈ ഭാഷാവരം, അതായത് ഒരു പാപം ചെയ്തതിന് ശേഷം അവർ സ്തുതിച്ചു നോക്കും. സ്തുതിക്കുമ്പോൾ ഭാഷാവരം വരുന്നുണ്ടോ എന്ന് നോക്കും. ഭാഷാവരം വരുന്നുണ്ടെങ്കിൽ പാപം ഇന്നലെ ചെയ്തതിനെ അവർ ഗൗരവമായിട്ട് എടുക്കത്തില്ല, അവർ കുമ്പസാരിക്കത്തില്ല. മറ്റ് ചില വ്യക്തികൾ പാപം ചെയ്തതിന് ശേഷം പ്രാർത്ഥിച്ചു നോക്കും, ദർശനം കാണുന്നുണ്ടോ എന്ന് നോക്കും. ദർശനം കാണുന്നുണ്ടെങ്കിൽ ഇന്നലെ ചെയ്ത പാപത്തെ അവർ ഗൗരവമായിട്ട് എടുക്കത്തില്ല. എന്നിട്ട് അവർ തീരുമാനിക്കുന്ന ഇങ്ങനെയാണ്, ഇന്നലെ ഞാൻ ചെയ്ത പാപത്തെ ദൈവം ഗൗരവമായിട്ട് എടുത്തിട്ടില്ല, എടുത്തെങ്കിൽ എനിക്കിന്ന് ഭാഷാവരം വരത്തില്ലായിരുന്നു, എടുത്തെങ്കിൽ ഞാൻ ദർശനം കാണത്തില്ലായിരുന്നു. തെറ്റ്. ദൈവം തന്ന ദാനം ദൈവം പിൻവലിക്കത്തില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും. നമ്മുടെ പാപം നമ്മളെ പിടികൂടുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തെ പാപമായിട്ട് കാണുവാനും ഗൗരവത്തോടെടുക്കാനും ദൈവം ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ വ്യക്തിയാണ് ദാവീദ്. ജീവിതത്തിൽ മുഴുവൻ ജീവിതവും ദൈവത്തെ സ്നേഹിച്ച്, വട്ടനെപ്പോലെ ദൈവത്തെ സ്നേഹിച്ച്, മറ്റാരെയും സ്നേഹിക്കാത്ത വണ്ണം ദൈവത്തെ സ്നേഹിച്ച്, ഊണിലും ഉറക്കത്തിലും ദൈവത്തെ സ്നേഹിച്ച്, എന്തിന് പാതിരാത്രി കട്ടിൽ കിടന്ന് കൂർക്കം വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരല്പസമയം ഓർമ്മ വരുമ്പോൾ ദേവാലയത്തിൽ നോക്കി എൻ്റെ യഹോവേ എന്ന് വിളിക്കുന്ന അത്രയ്ക്കും ദൈവം ഭ്രാന്തനായി മാറിയ, ഇത്രമാത്രം ദൈവത്തെ സ്നേഹിച്ച ഒരു വ്യക്തി ബൈബിളിലില്ല. അത്രയ്ക്കും കിറുക്ക് പിടിച്ച് ദൈവത്തെ സ്നേഹിച്ച ദാവീദ് തലയും കുത്തി താഴെ വീണു. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ദാവീദ് ഒരുപക്ഷെ നേരത്തെ വിചാരിച്ചിട്ടുണ്ടാകും, ഞാൻ ഒരിക്കലും താഴെ വീഴത്തില്ല, കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മകനാണ് ഞാൻ, ദൈവം എന്നെ അഭിഷേകം ചെയ്ത് രാജാവാക്കിയിരിക്കുന്നു, ആട്ടിടയനായ എന്നെ ദൈവം രാജാവാക്കി, ഞാൻ ഒരിക്കലും വീഴാൻ പോകുന്നില്ല. കാരണം ഞാൻ സങ്കീർത്തനങ്ങൾ എഴുതി, എനിക്ക് ദർശനമുണ്ട്, എനിക്ക് പ്രവചനമുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങളെ ഞാൻ കാണുന്നു, ഞാൻ ഒരിക്കലും വീഴത്തില്ല. ദാവീദ് വിചാരിച്ചാണ്. പക്ഷെ ദാവീദ് വീണു. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ വീഴ്ച ചെറുതല്ല, വലിയ വീഴ്ചയായിരുന്നു. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ദാവീദ് വീഴാനുള്ള കാരണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ദാവീദ് കിടക്കയിൽ വൈകുന്നേരം കിടന്നുറങ്ങി. നമ്മൾ ഓർക്കണം, സായാഹ്നത്തിൽ ഉറങ്ങുന്നവരെ കണ്ടാൽ പെശ കാണുന്നതാണ് ഈ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ഡോക്ടർമാർ പോലും പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മൾ ഈ ഉച്ച ഉറക്കമല്ല, ഇത് വൈകുന്നേരത്തൊരു ഉറക്കമുണ്ടല്ലോ, അതായത് ഈ 6 മണി സമയം 5:30 മണി സമയത്തൊക്കെ ഉറങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അറിയാതെ ആയിരിക്കും ഉറങ്ങുന്നത്. പക്ഷേ ഇന്ന് ശ്രദ്ധിക്കണം, ശരിക്കും അലസതയുടെ അടയാളമാണെന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളും യുവാക്കളും എല്ലാം കളിക്കാൻ പോകുന്ന സമയം, മനുഷ്യൻ തോട്ടത്തിലിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയം, എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ട സമയമാണ് ഈ സായാഹ്നം. ഉച്ചയൂണ് കഴിഞ്ഞുള്ള ഉറക്കമല്ല, സായാഹ്നത്തിലെ ഉറക്കം അലസതയുടെ ലക്ഷണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയാണ്, ദാവീദ് സായാഹ്നത്തിൽ കിടന്നുറങ്ങി, എന്നിട്ട് അവൻ എഴുന്നേറ്റ് മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു, പട്ടാളക്കാരെ വിട്ട് അവളെ വിളിപ്പിച്ചു, പാപം ചെയ്തു, എന്നിട്ട് അവളുടെ ഭർത്താവിനെ കൊന്നു. പ്രിയപ്പെട്ടവരെ, അതവിടെ നിൽക്കട്ടെ. ദാവീദിന് എന്താണ് സംഭവിച്ചത്? ദാവീദിന് സംഭവിച്ചത് ഒറ്റ കാര്യമാണ്. അലസത എന്ന് പറയുന്ന പാപത്തിന് ദാവീദ് അടിമപ്പെട്ടു പോയതിനാൽ ദാവീദിന്റെ കൃപ നഷ്ടപ്പെട്ടു. എനിക്ക് ഉറപ്പാണ്, ദാവീദ് പലപ്പോഴും മട്ടുപ്പാവിൽ ഉലാത്തിയപ്പോൾ സ്ത്രീകൾ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്.
കാരണം അന്നത്തെ സിസ്റ്റമാണ്, മറവേലിയാണ്. ഈ മട്ടുപ്പാവിൻ്റെ മുകളിൽ നോക്കിയാൽ പലതും കാണുമായിരിക്കാം. പക്ഷെ ദാവീദ് അന്ന് ഒരിക്കലും പാപം ചെയ്തില്ല. കാരണം ദാവീദ് കുളി കണ്ടിട്ടുണ്ടെങ്കിലും ദാവീദ് അപ്പോഴേ തന്നെ തിരിഞ്ഞു നിന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് ദാവീദിൻ്റെ പാട്ടിന് പോകും. കാരണം ദാവീദിൽ ദൈവം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ദാവീദിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ ഒരു മോഹങ്ങൾക്കും അവനെ കീഴ്പ്പെടുത്താൻ പറ്റിയിരുന്നില്ല. കാരണം ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഒരു കാപ്പിയും കുടിച്ച് ദാവീദ് ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. ആരാധിച്ച് പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തി ഒരു സങ്കീർത്തനമൊക്കെ എഴുതി പുസ്തകത്തിൽ വച്ചിട്ട് മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോൾ ആര് കുളിക്കുന്ന കണ്ടാലാ പ്രിയപ്പെട്ടവരെ ഇത് സ്പർശിക്കുന്നത്? ഒന്നും ഏക്കത്തില്ല. ഒരു പ്രലോഭനത്തിനും ദാവീദിനെ പരാജയപ്പെടുത്താൻ പറ്റിയിരുന്നില്ല. പക്ഷെ അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആരാധിക്കുന്നതിന് പകരം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം വൈകുന്നേര സമയത്ത് ദാവീദ് കൂർക്കം വലിച്ചു കടന്നു ഉറങ്ങി. അന്ന് ദാവീദ് ആരാധന മുടക്കി. അന്ന് ദൈവം അഭിഷേകം ഏറ്റുവാങ്ങുന്ന പരിപാടി മുടക്കി. അന്ന് ദാവീദ് ദൈവത്തെ നോക്കുന്ന കാര്യം മറന്നുപോയി. അന്ന് ദാവീദ് ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ മറന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ദാവീദ് പാപം ചെയ്തു. സാത്താൻ നോക്കി നിൽക്കുകയായിരുന്നു. ഇവനെ എൻ്റെ കയ്യിലോട്ടൊന്ന് കിട്ടിയിട്ട് വേണം പന്ത് തട്ടുന്ന പോലെ എനിക്കിട്ടൊന്ന് തട്ടാൻ. കാരണം ഇവൻ വർഷങ്ങളായിട്ട് ദൈവത്തെ ആരാധിക്കുകയും ലോകത്തിൻ്റെ അവസാനം വരെ ജനിക്കാൻ പോകുന്ന മക്കൾക്ക് പാട്ടുപാടി ആരാധിക്കാൻ സങ്കീർത്തനം എഴുതുന്നവൻ, ഇവനെ എൻ്റെ കൈ കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയാണ് സാത്താൻ പറഞ്ഞത്. അന്ന് ദാവീദ് വടി കൊടുത്ത് അടി വാങ്ങിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലസതയ്ക്ക് അവൻ അടിമപ്പെട്ടു. സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഞാൻ അലസന്റെ വയലും മുന്തിരിത്തോപ്പും ഞാൻ കടന്നുപോയി. അവിടെ എല്ലാം കളകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു, മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു, അതിൻ്റെ മതിൽക്കെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനം പറയാണ്, അലസതയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിറച്ച് മുള്ളുകളാണ്, അവിടെ നിറച്ച് വളരാൻ കൊള്ളാത്ത ചെടികളാണ്, കളകളാണ്, അതിൻ്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. എന്ന് പറഞ്ഞാൽ നോ മോർ പ്രൊട്ടക്ഷൻ, അവിടെ സംരക്ഷണമില്ല, ആർക്കും കയറി വരാവുന്ന ഒരു തോട്ടമാണത്. നമ്മൾ അലസതയ്ക്ക് അടിമപ്പെടുമ്പോൾ സംരക്ഷണ വേലിയാണ് നമ്മൾ തകർത്ത് കളയുന്നത്. സാത്താൻ നമ്മുടെ ജീവിതത്തെ എടുത്തിട്ട് കളയ്ക്കുന്നു. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള അനേകർ പറയുന്നൊരു കാര്യമാണ്, വീണു പോകുന്നു. ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കാറുണ്ട്, മോനെ നീ വീണു പോയ ദിവസം ഓർക്കുന്നുണ്ടോ? ഉണ്ട് ബ്രദറെ. അന്ന് രാവിലെ നീ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചായിരുന്നു? ഇല്ല ബ്രദറെ, അന്ന് മാത്രമല്ല, അതിൻ്റെ 2-3 ദിവസമായിട്ട് പ്രാർത്ഥന ഇല്ലായിരുന്നു. ഏതാണ്ട് പ്രാർത്ഥിക്കാത്തതിൻ്റെ 4-ാമത്തെ ദിവസമാണ് ബ്രദറെ ശരിക്കും പറഞ്ഞ താഴെ പോയത്. അത് നല്ലൊരു വീഴ്ചയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലസന്റെ മുന്തിരിത്തോപ്പിൽ നിറയെ മുൾച്ചെടികളായിരുന്നു. എന്ന് പറഞ്ഞാൽ പാപം അവിടെ വളർന്നു വന്ന് അവനെ തകർത്ത് കളയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മതിലിടിഞ്ഞു കിടക്കുന്നതിനാൽ സിംഹത്തിനും പുലിക്കും കരടിക്കുമെല്ലാം ഓടിക്കയറാൻ സാധിക്കുമെന്ന് പറയുന്നു. ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സാംസന്റെ വീഴ്ച ഓർമ്മിപ്പിക്കുന്ന ദൈവം ദാവീദിന്റെ വീഴ്ചയും കൂടി ഓർമ്മിച്ചുകൊണ്ട് പറയുന്നു, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. 3-ാമത്തെ വ്യക്തി സോളമനാണ്. ഇത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. കാരണം ദൈവം സോളമൻ്റെ മുറിയിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? എൻ്റെ മുറിയിൽ ഇന്ന് വരെ ദൈവം ഇറങ്ങി വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട്, ജോൺ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടതെന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. സത്യമാണ്. ഇത് നേരിട്ട് ഇറങ്ങി വന്നിട്ട് സോളമനോട് ദൈവം ചോദിക്കുക, സോളമൻ ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? സോളമൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ജ്ഞാനം വേണം. ഓക്കെ എല്ലാം കൊടുത്തു. പക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നൊരു കാര്യമുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, സോളമൻ അനേക വിദേശ വനിതകളെ പ്രേമിച്ചു. 700 ഭാര്യമാരും 300 ഉപനാരിമാരും. എൻ്റെ അമ്മോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവൻ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഇവന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? ഇവൻ്റെ ഭാര്യമാരോട് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? 700 ഭാര്യമാരും 300 ഉപനാരിമാരും. അതൊന്നും തന്നെ മിക്കവാറും പേരും യഹോവയെ ആരാധിക്കുന്നവരല്ല. എന്ന് പറഞ്ഞാൽ ദൈവാരാധന നടത്തുന്നവരല്ല, ദൈവത്തിൻ്റെ മക്കളല്ല. ദൈവം പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പുത്രന്മാരെ നിങ്ങൾ അവരുടെ പുത്രിമാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കരുത്. നിങ്ങളുടെ പുത്രിമാർക്ക് വേണ്ടി അവരുടെ പുത്രന്മാരെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാത്ത മക്കൾക്ക് നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അവർ നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു കളയുമെന്ന് നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവം ദൈവജനത്തിന് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പിനെ എടുത്ത് കുപ്പത്തൊട്ടിയിലേക്ക് ഇട്ടിട്ടാണ് രാജാവായ സോളമൻ
തനിക്ക് തോന്നിയ വിദേശ വനിതകളെ എല്ലാം പ്രേമിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭാഗം നിങ്ങൾ വീട്ടിലിരുന്ന് താഴേക്ക് വായിച്ചു നോക്കുക. സോളമന് വാർദ്ധക്യമെത്തിയപ്പോൾ, അപ്പാപ്പനായപ്പോൾ, മുടി നരച്ചപ്പോൾ, സോളമന്റെ ആ ചെറുപ്പത്തിലെ ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഒന്ന് ഡൗൺ ആയി താഴെ വന്ന് വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ഈ ഭാര്യമാർ സോളമന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. വീണ്ടും താഴേക്ക് വായിക്കുക. സോളമൻ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചു, മ്ലേച്ഛ വിഗ്രഹത്തെ ആരാധിച്ചു, ധൂപാർച്ചന നടത്തി. അൺബിലീവബിൾ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ ബൈബിൾ പറയുന്നു സത്യമാണ്. ദൈവം മുറിയിൽ ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ട സോളമൻ, ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കണ്ണുകൊണ്ട് കണ്ട സോളമൻ, ദൈവത്തിൻ്റെ ശബ്ദം കാതുകൊണ്ട് കേട്ട സോളമൻ മ്ലേച്ഛ വിഗ്രഹത്തിന് ബലിയർപ്പിക്കുകയും അതിനെ ആരാധിക്കുകയും അതിന് ധൂപമർപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണിത് സംഭവിച്ചത്? ഒറ്റ കാരണമേ ഉള്ളൂ. സോളമന്റെ പരാജയത്തിന് കാരണം സോളമൻ വേർതിരിവ് ജീവിതത്തിൽ അവൻ പാലിച്ചില്ല, ഒരു സെപ്പറേഷൻ പാലിച്ചില്ല. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മച്ചി ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശയെടുത്ത് ഏത് പാത്രത്തിൻ്റെ അകത്തോട്ട് ഇടത്തില്ല. ഒരു നല്ല കഴുകി വെച്ചിരിക്കുന്ന ഒരു ബേസൻ, ഒരു വലിയ പാത്രത്തിൻ്റെ അകത്തേക്ക് മാത്രമേ ഈ ചുട്ട ദോശ എടുത്ത് ഇടത്തുള്ളൂ. അഴുക്ക് നിറഞ്ഞ ദോശയിലേക്ക് ഇടത്തില്ല. അത് കഴുകിയ പാത്രത്തിലേക്ക് മാത്രമേ കൃത്യമായിട്ട് ഇട്ടുകൊണ്ടിരിക്കത്തുള്ളൂ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഇതുപോലെ ഒരു വേർതിരിവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരാജയപ്പെട്ടു പോകും. നമുക്ക് എല്ലായിടത്തും മിക്സിങ് പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ അവിയൽ പരുവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ കുഴപ്പങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ദൈവം പ്രകാശത്തെ ഉണ്ടാക്കി. ലെറ്റ് ദേർ ബി ലൈറ്റ്, പ്രകാശം ഉണ്ടാകട്ടെ. പ്രകാശം നല്ലതാണെന്ന് ദൈവം കണ്ടു. ദൈവം പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്ന് വേർതിരിച്ചു. അപ്പോൾ ദൈവമാണ് ആദ്യത്തെ വേർതിരിവ് നടത്തിയത്. അതെന്തിനാ നടത്തി? പ്രകാശം നല്ലതാണെന്ന് കണ്ടപ്പോൾ ദൈവം പ്രകാശത്തെ നോക്കി പറയാണ്, പ്രകാശമേ നീ വളരെ നല്ലതാണ്, അതുകൊണ്ട് ഇരുട്ടുമാട്ട് നിനക്ക് യാതൊരു കൂട്ടുകെട്ടും പാടില്ല, നിന്നെ ഞാൻ വേർതിരിക്കുകയാണ്. വലിയവനായ ദൈവം പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്ന് വേർതിരിച്ചു. ഇന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു ദൈവ പൈതൽ, യേശുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെട്ട ഒരു ദൈവ പൈതൽ, യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവമകൻ, ദൈവമകൾ പ്രകാശമാണ്. പാപങ്ങൾ കഴുകപ്പെട്ട വ്യക്തി പ്രകാശമാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച വ്യക്തി പ്രകാശമാണ്. യേശുവിൻ്റെ ശരീരം യോഗ്യതയോടെ സ്വീകരിക്കുന്ന വ്യക്തി പ്രകാശമാണ്. അഭിഷേകമുള്ള വ്യക്തി പ്രകാശം നിറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തിയോട് ദൈവം പറയാണ്, നിനക്ക് ഇരുട്ടുമായിട്ട് യാതൊരു കൂട്ടുകെട്ടുമില്ല. നീ ഇരുട്ടുമായിട്ട് കൂട്ടുകെട്ടിൽ പോയാൽ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമൻ തൻ്റെ ജീവിതത്തിൽ സെപ്പറേഷൻ അഥവാ വേർതിരിവ് പാലിക്കാതെ കണ്ണിൽ കണ്ട സകല സ്ത്രീകളുടെയും പുറകെ പോയി അവരെല്ലാം ഭാര്യമാരാക്കാൻ ദൈവത്തിൻ്റെ കൽപ്പനയെ അവൻ മാറ്റിമറിച്ച് കളഞ്ഞു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ജീസസ് യൂത്തിലൂടെ ഒരുപാട് ഈശോയുടെ സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞ ചില നല്ല എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, നല്ല വിദ്യാഭ്യാസമുള്ള ചില ചെറുപ്പക്കാർ കോളേജിൽ അവർ പന്തം പോലെ കത്തും. വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ ആരെങ്കിലും ഒരു കല്യാണം കൊണ്ടുവരും, എടാ 5 കോടിയാ കേട്ടോ, ഒറ്റ മോളാ കേട്ടോ, അങ്ങേർക്കുള്ള റബ്ബർ തോട്ടം മുഴുവൻ നിനക്കുള്ളതാണ്. ചേട്ടാ പെണ്ണ് പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? പോരെ, പ്രാർത്ഥനയൊന്നും വലുതായിട്ടില്ല, ഞായറാഴ്ച പള്ളിയിൽ പോകും, പക്ഷേ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ അവൾ പള്ളിയിലെത്തും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ പ്രസംഗം കഴിഞ്ഞിട്ടല്ല അവൾ, പ്രസംഗത്തിന് മുമ്പ് എന്തായാലും അവൾ പള്ളിയിലെത്തും. അങ്ങനെയൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. ധ്യാനം കൂടിയിട്ടുണ്ടോ ചേട്ടാ? ധ്യാനം നമുക്ക് സമയം കിട്ടിയില്ലെന്നേ, ഭയങ്കര പഠിത്തമായിരുന്നു. ധ്യാനത്തോടൊക്കെ എങ്ങനെയാ, വലിയ സ്തുതിപ്പ് വെച്ചേക്കൊന്നും ഇഷ്ടമില്ലെന്നൊക്കെ, എന്നാലും സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇവൻ കുറച്ചേരം ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, കിട്ടിയാൽ 5 കോടി, സാരമില്ല, കല്യാണം കഴിഞ്ഞിട്ട് അവളെ കൊണ്ട് ധ്യാനം കുടിച്ച് റെഡിയാക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവൻ കല്യാണം കഴിക്കുകയാണ്. ഇവൻ കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഇവൻ 4 മണിക്ക് എഴുന്നേറ്റ് ഇവൻ്റെ ദൈവത്തെ ആരാധിച്ചിട്ട് താഴെ വരുമ്പോൾ കാണുന്നത്, ഇവൾ പല്ല് പോലും തേക്കാതെ കമ്പ്യൂട്ടർ തുറന്നു വെച്ച് ഇവൾ ഏതോ സുഹൃത്തിനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ 2 മണിക്കൂർ ആരാധന കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത്, പല്ല് തേക്കാത്ത ഭാര്യ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങി ലോകത്തിലെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല. അന്നൊരു ഇടദിവസമായിരുന്നിട്ടും പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ എടുത്തടിക്ക് ചോദിച്ചു, നിങ്ങളാരാ, പള്ളിയിലച്ഛനാണോ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പതുക്കെ പതുക്കെ അവൻ്റെ പ്രകാശം കെട്ടുപോയി, അവൻ അന്ധകാരത്തിലേക്ക് താന്നുപോയി. നല്ല ചൂടുള്ള ചായ നിങ്ങളൊരു മേശപ്പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കുക, നിങ്ങൾ
1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ചായക്ക് ചൂടില്ല. ഇനി നല്ല ചൂടുള്ള ചായ നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ അകത്തെടുത്ത് വയ്ക്കുക, 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കണ്ട, അതിൻ്റെ ചൂട് തീർന്നു. ഇതുപോലെ തീ പിടിച്ച് നിന്ന ജീസസ് യൂത്തിലെ ഈ നല്ല ചെറുപ്പക്കാരൻ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ, ഞാനിതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് കേട്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നടന്ന കാര്യമല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അവൻ്റെ ചൂട് മുഴുവൻ കെട്ടുപോയി, അവൻ തണുത്തവനായി തീർന്നു. സോളമന് ശരിക്കും ഇതാ സംഭവിച്ചത്. അതുകൊണ്ട് ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരെ, അവരുടെ മാതാപിതാക്കളെ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യത്തെ ക്രൈറ്റീരിയ, ആ മകൻ ആ മകൾ യേശുവിന് ജീവിതം കൊടുത്ത വ്യക്തിയാണോ, യേശുവിനെ ഒന്നാമതായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണോ, പരിശുദ്ധാത്മാവിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ കരയേണ്ടി വരും. സോളമൻ തൻ്റെ വാർദ്ധക്യത്തിൽ ഒരുപാട് കരഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ഓർപ്പിക്കുകയാണ്, ഇന്നത്തെ ദിവസം വീഴാതെ നിൽക്കുന്ന മകനെ മകളെ, നാളെയും നീ വീഴാതിരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ അവൻ്റെ മുഴുവൻ ശ്രദ്ധയും അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഈശോയെ, ഒരിക്കൽ പോലും അങ്ങേ വേദനിപ്പിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പലപ്പോഴും വീണു പോകുന്ന ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ. സ്വർഗത്തിൻ്റെ കൃപകളും അഭിഷേകവും തന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.